മകരവിളക്കിനോടനുബന്ധിച്ച് ശബരിമല സ്പോട്ട് ബുക്കിംഗുകളുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ദേവസ്വം ബോർഡ്. സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നാളെ മുതൽ ജനുവരി 15 വരെ ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗുകളുടെ എണ്ണം ദിനംപ്രതി 5000 ആക്കി. വിവരങ്ങൾ നൽകാനായിട്ട് മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഈ ജനുവരി 14-നാണ് മകരവിളക്ക്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനിടയിലാണ് ഇങ്ങനെ ഒരു നിയന്ത്രണം കൂടി ദേവസ്വം ബോർഡ് കൊണ്ടുവന്നിരിക്കുന്നത്. തീർച്ചയായും മകരവിളക്കിനോടനുബന്ധിച്ചുള്ള ഈ സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് നാളെ മുതൽ ജനുവരി 15 വരെ ഈ ശബരിമലയിൽ സ്പോട്ട് ബുക്കിങ്ങുകളുടെ എണ്ണം 5000 ആയിട്ട് ആക്കിയിട്ടുള്ളത്. ഈ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ നിജപ്പെടുത്തിയതെന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ജനുവരി 12-ന് ഇത്തരത്തിലൊരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മകരവിളക്കിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിലൊക്കെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിൽ നിയന്ത്രണം ഏർപ്പെടുത്തുവാനുള്ള തീരുമാനമായിട്ടുള്ളത്. എന്തായാലും ദർശനത്തിനായി നിരവധി ഭക്തർ ഈ മകരവിളക്കിനോടനുബന്ധിച്ച് മലയിലേക്കെത്തും. അതുകൊണ്ട് തന്നെ ഗതാഗത നിയന്ത്രണങ്ങളും അതോടൊപ്പം ഇത്തരത്തിൽ ഈ മലയിലേക്ക് കയറാനുള്ള സ്പോട്ട് ബുക്കിംഗിലെ നിയന്ത്രണവും ഒക്കെ തന്നെ ഇപ്പോൾ ദേവസ്വം ബോർഡ് സ്വീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഇനി മറ്റ് നടപടികൾ കൂടി, അതായത് മകരവിളക്കിന് വേണ്ടിയിട്ടുള്ള മറ്റൊരുക്കങ്ങളൊക്കെ അങ്ങനെ തുടരുകയാണ്. അതിന്റെ മറ്റ് നിയന്ത്രണങ്ങൾ കൂടെ ഇനിയും പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ്. കാരണം ഇത്തവണത്തെ തിരക്ക് കഴിഞ്ഞ മണ്ഡലകാലത്തെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതലായിരുന്നു. ഇനിയും വർധനവിന് സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വരുമാനത്തിന്റെ കാര്യത്തിലും വർധനവുണ്ടായിരുന്നു. എന്തായാലും ഈയൊരു ഭക്തർക്ക് അവരുടെ സൗകര്യപ്രദമായ രീതിയിൽ ദർശനം നടത്തുക എന്നുള്ള കാര്യം, അത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആദ്യം ഞങ്ങളോട് പറഞ്ഞത് ഇവിടെ എത്തുന്ന എല്ലാ ഭക്തർക്കും ദർശനം ഉറപ്പാക്കുമെന്നുള്ള കാര്യം തന്നെയാണ്. അതിനു വേണ്ടിയിട്ടുള്ള നിയന്ത്രണമാണ് ഏർപ്പെടുത്തുന്നതാണ്. എന്തായാലും ഇത്തവണ മകരവിളക്കിന് ഭക്തർ ഒഴുകിയെത്തുമ്പോൾ ഈ നിയന്ത്രണങ്ങൾ എങ്ങനെ അവരെ ബാധിക്കുമെന്നുള്ളത് നമുക്ക് ആ ദിനങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും. മനോജാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.